കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കല്ലിലെ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വീണ്ടും പ്രതിഷേധം. ഇന്നലെ അർദ്ധരാത്രി വരെ നിക്ഷേപകർ സൊസൈറ്റിയിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉൾപ്പെടെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. നിക്ഷേപിച്ച തുക തിരികെ നൽകാമെന്ന ഉറപ്പ് പലതവണയായിട്ടും പാലിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. കണ്ണൂർ നിയന്ത്രണത്തിലുള്ളതാണ് കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ചക്കരക്കല്ലിൽ സ്ഥിതി ചെയ്യുന്നൊരു സഹകരണ സ്ഥാപനമാണ്. നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വൻ ക്രമക്കേട് സ്ഥാപനത്തിൽ നടത്തിയെന്ന പരാതി നേരത്തെ ഉള്ളതാണ്. പലതവണ നിക്ഷേപകർ തങ്ങളുടെ നിക്ഷേപ തുക മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തിയതുമാണ്. എന്നാൽ പലതവണ തങ്ങളുടെ പണം തിരികെ നൽകാമെന്ന അവധികൾ നൽകുകയല്ലാതെ ആ പണം തിരികെ നൽകുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. തുടർന്നാണ് വീണ്ടും പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയോളം അവിടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വളഞ്ഞുവെച്ച് നിക്ഷേപകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനിയൊരു അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യം അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നാണ് നിക്ഷേപകർ ഒന്നടങ്കം പറയുന്നത്. കാരണം പല സ്ഥിരങ്ങൾക്കും കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾക്ക് പോലും പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. കൂടാതെ പലരുടെയും പേരിൽ കുറികൾ ചേർന്ന് കുറികളിലെ പണം ഇതുവരെ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ വ്യാപകമായ ക്രമക്കേടാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നിരിക്കുന്നത്. ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പോലും വലിയ ക്രമക്കേടുകൾ അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഈ നിക്ഷേപകരുടെ തുക മടക്കി നൽകാൻ ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഈ സൊസൈറ്റി സെക്രട്ടറിയും പ്രസിഡന്റിനെ അടക്കം തടഞ്ഞുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ നിക്ഷേപകർ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.